ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം ഏതാണ്ട് 2016-17 കാലഘട്ടം. വലിയൊരു ചർച്ച നടക്കുകയാണ് ഞങ്ങൾക്കിടയിൽ. ചർച്ചയിലെ മുഖ്യ വിഷയം നിവിൻ പോളി ദുൽഖർ സൽമാൻ. അതുതന്നെ ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നാക്കുകൊണ്ട് നമുക്ക് എത്ര മാത്രം പോരാടാനാവുമോ അത്രയും ശക്തിയിൽ ഇതിൽ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് നിവിൻ പോളി, ഒരു വശത്ത് ദുൽഖർ സൽമാൻ. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിന് നടുവിലേക്ക് ഒരാൾ കടന്നു വരുവാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗും, ഇവരൊക്കെ എന്തോന്ന്, അതൊക്കെ ഞങ്ങളുടെ ആസിഫക്ക. അന്ന് അവന് ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം അവന് പിടിച്ചു നിൽക്കാൻ ആസിഫ് അലി എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അന്ന് വാദിച്ച് ജയിക്കാൻ പറ്റിയ ഒന്നും തന്നെ ആസിഫ് അലി എന്ന നടന്റെ ഭാഗത്തു നിന്നും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നിവിൻ പോളിയും ദുൽഖർ സൽമാനും തിളങ്ങി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ കാലം അവന് വേണ്ടി ഒരു നാൾ കാത്തു വെച്ചിരുന്നു എന്ന് വേണം പറയാൻ. എന്താ പറയാ, വാര്യർ പറഞ്ഞ പോലെ ഇതിപ്പോൾ അവൻ്റെ കാലമല്ലേ. പറഞ്ഞു വരുന്നത് ആസിഫ് അലി എന്ന നടന്റെ ആ ഒരു കംബാക്ക് തന്നെയാണ്. ആസിഫ് അലിയുടെ കംബാക്ക് എന്നത് വെറും ഒരു കംബാക്കായിട്ട് മാത്രം കാണാൻ പറ്റില്ല, അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അത് ആസിഫ് അലിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മറിച്ച് സിനിമ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അന്നൊന്നും പറയാനാവാതെ ഞങ്ങൾക്ക് മുന്നിൽ നിന്നും ഇറങ്ങിപ്പോയ അവൻ ഇന്ന് വന്നിട്ട് വീണ്ടും ഒരു സംവാദം കൂടെ വെച്ചാൽ ഞങ്ങളെ ഇരു കൂട്ടരെയും മലത്തിയടിക്കാനുള്ളതെല്ലാം ആസിഫ് അലി ഇന്ന് അവന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നു. അവന് വേണ്ടി മാത്രമല്ല ഓരോ ആസിഫ് അലി ആരാധകർക്കും. പരാജയ ചിത്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് അഭിനയിക്കുന്ന ഒരു നടനെന്ന പരാമർശത്തിൽ നിന്നും ഇന്ന് വിജയ ചിത്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് ചെയ്യുന്ന ഒരു നടനെന്ന നിലയിലേക്ക് ആസിഫ് അലി വന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ആസിഫ് അലിയുടെ ഏറ്റവും വലിയ കംബാക്ക് എന്ന് ഞാൻ പറയാം. ആസിഫ് അലി എന്ന നടന്റെ സിനിമകളുടെ ഫസ്റ്റ് ഷോ 2024 തുടക്കം വരെ ഒന്നുപോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2024 തൊട്ട് ആസിഫ് അലി എന്ന നടന്റെ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം ഫസ്റ്റ് ഷോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അതുതന്നെയല്ലേ ആസിഫ് അലി എന്ന നടന്റെ ഏറ്റവും വലിയ കംബാക്ക് എന്ന് പറയുന്നത്. 2024 തൊട്ട് ഇതുവരെ ആസിഫ് അലിയുടേതായി കണ്ട ഒരു സിനിമയും നിരാശ സമ്മാനിച്ചിട്ടില്ല എന്നതാണ് ആസിഫ് അലിയുടെ മറ്റൊരു പ്രത്യേകത. അന്ന് ആ ഒരു ഫാൻ ഫൈറ്റ് അവിടെ കഴിഞ്ഞതിന് ശേഷം അവൻ നെഞ്ചും പിരിച്ച് ഒരു ആസിഫ് അലി ആരാധകനാണ് എന്ന് പറഞ്ഞു വന്ന മറ്റൊരു സുദിനം കൂടെ ഉണ്ടായിരുന്നു. അത് ജിസ്റ്റിയുടെ സംവിധാനത്തിൽ വന്ന സൺഡേ ഹോളിഡേ എന്ന ചിത്രം റിലീസായതിനു ശേഷമായിരുന്നു. ആസിഫ് അലി എന്ന നടന്റെ കരിയർ എടുത്ത് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒത്തിരിയേറെ സിനിമകൾ ആസിഫ് അലിയുടേതായിട്ട് വന്നിട്ടുണ്ട്. അതെന്റെ ആസ്വാദന ശൈലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അതേ സംവിധായകന്റെ തലവന് ശേഷമുള്ള ആസിഫ് അലി തികച്ചും വ്യത്യസ്തമാണ്. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലും അതേ വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നും ഒന്നിനോട് സാമ്യമില്ലാണ്ടാണ് 2025 ഒടുവിലിറങ്ങിയ രേഖാചിത്രത്തിൽ വരെ നമുക്ക് ആസിഫ് അലിയെ കാണാനാവുന്നത്. ഒരുപക്ഷെ 2024 അവസാനത്തിൽ ഇറങ്ങിയ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയിലൂടെ ആസിഫ് അലി എന്ന അഭിനേതാവിൻ്റെ ഒരു ആരാധകനാക്കി എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ആസിഫ് അലി എന്ന നടന്റെ മികച്ച കംബാക്ക് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ഒരു അവസാനത്തെ 20 മിനിറ്റ് ആസിഫ് അലി എന്ന നടനിൽ നമ്മൾ കണ്ട ആ ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ. ഒരേ സമയം തൻ്റെ ജീവിതത്തിലെ രണ്ടുപേരെ ഒരുമിച്ച് നഷ്ടമാകുന്ന ആ ഒരു വ്യക്തിയുടെ എല്ലാവിധ വിഷമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആസിഫ് അലി നമുക്ക് മുമ്പിൽ എത്തിച്ചത് ഒരുപക്ഷെ മറ്റൊരു നടനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കാത്ത വിധം ആസിഫ് അലി നമുക്ക് തന്നു. ഒരുപക്ഷെ അതിനു മുമ്പ് വരെ ആസിഫ് അലിയെ പഴി പറഞ്ഞവര് ഒരുപക്ഷെ ആസിഫ് അലിക്ക് വേണ്ടി കൈയടിച്ച നിമിഷം കൂടി ആയിരുന്നു അത്. തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആസിഫ് അലി എന്ന നടന്റെ ചിത്രങ്ങൾ ഓർത്തു പറയാനായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിരളിൽ എണ്ണാവുന്ന ചെറിയ അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആസിഫ് അലി എന്ന നടന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലം മാത്രമാണ്. ഒരുപക്ഷെ ഉയരങ്ങളിൽ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചവർ വീണുപോയവർ ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അത് തന്നെ ഒരു മോട്ടിവേഷൻ അല്ലേ. ഇനി ആസിഫ് അലിയുടേതായിട്ട് വരാനിരിക്കുന്ന ചിത്രങ്ങളും പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ്. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ആസിഫ് അലി എന്ന നടൻ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇതിനു മുമ്പും പല സിനിമകളിലും തെളിയിച്ചതാണ്. സൺഡേ ഹോളിഡേ ആയിക്കോട്ടെ, അനുരാഗകരിക്കുമ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നീട് പരാജയ ചിത്രങ്ങൾ മാത്രം അദ്ദേഹം നമുക്ക് നൽകിയപ്പോൾ ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകുമോ എന്നും കൂടി നമ്മൾ ഓർത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച ഫാൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച അദ്ദേഹവും ഓരോ സിനിമ ആസ്വാദകർക്ക് നൽകിയത് ഒരുപിടി മികച്ച സിനിമകളാണ്. ഇനിയും ഒരുപിടി മികച്ച സിനിമകൾ വരാനുമുണ്ട്. ഒരുപാട് ഉയരങ്ങളിൽ ആസിഫ് അലി എത്തട്ടെ. ആരുടെയും കണ്ണു കെട്ടാതെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ആസിഫ് അലി എത്തട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.